ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 11 ഉള്ളി എടുത്തിട്ടുണ്ട്, 8 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുറി തേങ്ങ ചുട്ടത്, പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചതയ്ക്കുന്നതിലോ അല്ലെങ്കിൽ മിക്സിയിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചതച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം ഈ ചുട്ട തേങ്ങ നമ്മൾ അടുപ്പിലിട്ട് ചുട്ടതാണേ, അതൊന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെയുള്ള കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇവിടെ പാനിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഈ റെസിപ്പി ഞാൻ ലാലേട്ടൻ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കവിഞ്ഞിട്ടുണ്ട് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്നും പോകണം, അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ അളവ് ഓരോരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചുട്ട തേങ്ങ തിന്നാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ ചിക്കൻ റെസിപ്പിക്കുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിരിക്കുന്നത്, പെട്ടെന്ന് വെന്ത് വരാനായിട്ടും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമേ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ്. നമ്മൾ ഈ പാനിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അടിയിലൊന്നും പിടിക്കുന്നില്ല, കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വെന്ത് വരുന്ന സമയത്ത് ഇതിന് നല്ലൊരു മണമാണുള്ളത്, നമ്മൾ ഈ ചുട്ടരച്ച തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കണ്ണും അടച്ച് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.